4000 കോടിക്ക് എന്തോരം മന്തി മേടിച്ച് കഴിക്കായിരുന്നു, എന്തോരം ബിരിയാണി കഴിക്കായിരുന്നു. ഇതിപ്പോ ആർക്കും ഗുണമില്ലാണ്ട് പോയില്ലേ. 4000 കോടിയെ ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന് പറയുന്ന ലേബലില്, ഏറ്റവും മുടക്കുമുതലുള്ള സിനിമ എന്ന് പറയുന്ന ലേബലിൽ വരുന്ന സിനിമയാണ് നിതീഷ് തിവാരിയുടെ രാമായണ. രൺബീർ കപൂറാണ് രാമനായിട്ട് വരുന്നത്, സായി പല്ലവിയാണ് സീതയായിട്ട് വരുന്നത്, യശാണ് രാവണനായിട്ട് വരുന്നത്. ഈ സിനിമയുടെ രാമന്റെ ഒരു ഗ്ലിംസ് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ഗ്രാൻഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ ഫീൽ ചെയ്തു. ആൻഡ് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ സിനിമ എന്ന് പറഞ്ഞൊക്കെ വരുമ്പം ഇതിന്റെ ബഡ്ജറ്റ് വെറുതെ ഒരു 500-600 കോടി എക്സ്പെക്ട് ചെയ്തിട്ട് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ കണ്ടത് 4000 കോടി. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്കൊരു 0 കൂടുതലായിട്ട് തോന്നിയതായിരിക്കും എന്ന്. അപ്പം ഞാൻ ഒന്നുകൂടെ നോക്കി, വീണ്ടും 4000 കോടി. ഈ 4000 കോടിയിൽ ഇവർ എന്താണ് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു റഫ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കി. മാക്സിമം എമൗണ്ട് ആണ് ഞാൻ ഇട്ടേക്കുന്നത്. രൺബീർ കപൂറിന് ഒരു 100 കോടി മാക്സിമം, സായി പല്ലവിക്ക് ഒരു 50 കോടി പോട്ടെ, യഷിനൊരു 100 കോടി മാക്സിമം, ബാക്കി എല്ലാ കാസ്റ്റ്, കുറെ കാസ്റ്റുകളുണ്ടല്ലോ, എല്ലാവർക്കും കൂടെ ഒരു 500 കോടി. പിന്നെ ഹാൻസ് സിമ്മറിനെ ഹോളിവുഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, പുള്ളിക്ക് ഒരു 500 കോടി. അങ്ങനെ എല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാലും മാക്സിമം ഒരു 1000 കോടിക്കകത്തായിരിക്കും ഈ കാസ്റ്റിന്റെയും ക്രൂവിന്റെയും ചെലവെല്ലാം കൂടെ വരിക. ബാക്കി 3000 കോടി പ്രൊഡക്ഷൻ ഉണ്ട്. 300, 400, 500 കോടിയിൽ തന്നെ ഹോളിവുഡിനെ വെല്ലുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യയിൽ സിനിമകൾ എടുത്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 3000 കോടി കിട്ടിക്കഴിഞ്ഞാൽ ഹോളിവുഡിന്റെ അപ്പനെ വെല്ലുന്ന രീതിയിൽ നമുക്ക് സിനിമകൾ എടുക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു ക്വാളിറ്റി ഇതിന്റെ ഗ്ലിംസിൽ ഒരിടത്തും ഞാൻ കണ്ടില്ല. ഗ്ലിംസ് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു നിർവികാരതയാണ്. പല സ്ഥലത്തും എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. കൂടുതലും ഉപയോഗിച്ചിരിക്കുന്നത് AI വിഷ്വൽസ്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. VFX ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VFX കണ്ടു കഴിഞ്ഞാൽ വീഡിയോ ഗെയിം പോലെയുണ്ട്. പിന്നെ ഈ ഒരു സീൻ ഇപ്പൊ വൈറലായി, നിങ്ങൾ എല്ലാവരും ഇത് കണ്ടു കാണും. തുടക്കത്തിൽ ടർബന്റെ കളർ ഒന്ന്, അടുത്തെത്തുമ്പോൾ ടർബന്റെ കളർ വേറൊന്ന്. അത് VFXന്റെ ഒരു വളരെ മികവുറ്റ ഒരു ആവിഷ്കരണമായിരിക്കും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തത്തില് 4000 കോടി വെറുതെ കളഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി എന്തെങ്കിലും വലിയൊരു സംഭവം അവർ ഹൈഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഗ്ലിംസും ടീസറും കാര്യങ്ങളൊക്കെ ഇറക്കിയത്. മെയിൻ സാധനം അവർ കാണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ആ ഒരു എമൗണ്ടിനുള്ള സ്റ്റഫ് അതിനകത്ത് ഉണ്ടെങ്കിൽ സിനിമ വിജയിക്കും. പക്ഷെ എനിക്കുള്ളൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4000 കോടി മുടക്കി സിനിമ എടുത്തു കഴിഞ്ഞാൽ ആ സിനിമ എടുത്ത പ്രൊഡ്യൂസറിന് ലാഭം കിട്ടണമെങ്കിൽ മിനിമം ഒരു 8000 കോടിയെങ്കിലും കളക്ഷൻ വരണം. നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും ഹയസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഡങ്കലാണ്, 2000 കോടി. അതും ചൈനയിൽ നിന്ന് മാത്രം 1000 കോടി അടിച്ചതുകൊണ്ട് മാത്രം. അങ്ങനെ നോക്കുമ്പോൾ ഈ സിനിമ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കും? ഈ 4000 കോടി മുടക്ക് മുതലെങ്കിലും ഈ സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുമെന്നുള്ള കാര്യം നല്ല സംശയമാണ്. അപ്പൊ ഇവർ എന്ത് വിശ്വസിച്ചായിരിക്കും ഈ ഒരു എമൗണ്ട് ഇറക്കിയത്? ഇവരുടെ മാർക്കറ്റ് അപ്പോ ഇന്ത്യയോ നമ്മുടെ കൺട്രീസ് ഒന്നും അല്ലേ? വേറെ ഗ്രഹങ്ങളിൽ ഇവർ ഈ മാർക്കറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ഈ ബഡ്ജറ്റ് തിരിച്ചു പിടിക്കാൻ അവർ ഉദ്ദേശിക്കുന്നതെന്നും എനിക്കറിയില്ല. ഒന്നെങ്കിൽ ഇത് ഡയറക്ടർ പ്രൊഡ്യൂസറിനെ പറ്റിച്ചു, ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ വളരെ ബുദ്ധിപൂർവമായിട്ട് കുറച്ച് ബ്ലാക്ക് മണി വെളുപ്പിച്ചു.